നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റിൽ പോസിറ്റീവ് സെന്റിമെന്റ് നിലനിൽക്കുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റി 26,300-നടുത്തുള്ള റെസിസ്റ്റൻസ് സോണിൽ ഓപ്പൺ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് 0.74% ഉയരുകയും 26,129-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.95% ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 1.11% ഉയർന്നു. കൂടാതെ ചില സെക്ടറുകളിൽ അല്ലെങ്കിൽ സെക്ടർ റൊട്ടേഷൻ്റെ സൂചനകളും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം IT ഇൻഡെക്സ് ലാഗിംഗ് പെർഫോമൻസ് നടത്തിയപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് പോലുള്ള സെക്ടറുകളിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. കഴിഞ്ഞ ദിവസം US മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. നാസ്ഡാക്ക് 0.8% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം പ്രകടവുമാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ. ഓട്ടോ കമ്പനികളുടെ ഡിസംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുന്നതുകൊണ്ട് ഓട്ടോ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. രണ്ടാമത്തേത് RBL ബാങ്കിൻ്റെ ഫോറിൻ ഷെയർ ഹോൾഡിംഗ് 24% പരിമിതപ്പെടുത്തണം എന്ന് RBL ബാങ്ക് അപേക്ഷിച്ചിരുന്നു. അതിന് ഇതുവരെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും RBIയും അപ്രൂവൽ നൽകിയില്ല എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ RBL ബാങ്ക് എന്ന മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു സ്റ്റോക്ക് വോഡാഫോൺ ഐഡിയ. 87,695 കോടി രൂപയുടെ AGR ഡ്യൂസ് ഫ്രീസ് ചെയ്തു എന്ന പേരിൽ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത് കമ്പനി നിഷേധിച്ചിട്ടുണ്ട്. ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ല എന്ന് കമ്പനി അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ജിയോ ഫിനാൻഷ്യൽ സർവീസ്. റിലയൻസ് സ്ട്രാറ്റജിക് ബിസിനസ് വെഞ്ചറുമായി ചേർന്ന് ജിയോ ലീസിംഗ് സർവീസ് എന്ന പേരിൽ പുതിയൊരു സബ്സിഡറി ആരംഭിച്ചിട്ടുണ്ട്. സാഗിൾ പ്രീപെയ്ഡ് എന്ന കമ്പനി വിസ വേൾഡ് വൈഡ് എന്ന കമ്പനിയുമായി ചേർന്ന് കോ ബ്രാൻഡഡ് പ്രീപെയ്ഡ് വിസ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബർജർ പെയിൻറ്റിൻ്റെ UK പ്രൊമോട്ടറായ ബർജർ കമ്പനിയുടെ 14.48% സ്റ്റേക്ക് അക്വയർ ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 64.57%-ലേക്ക് ഉയർത്തി. നവീൻ ഫ്ലൂറൈൻ എന്ന കമ്പനി അതിൻ്റെ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിക്കാഡ്ലി ആഗ്രോ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. കമ്പനി ഛത്തീസ്ഗഡിൽ ആരംഭിച്ച പുതിയ പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. 200 കിലോലിറ്റർ പെർ ഡേ എന്ന റേറ്റിലുള്ള കൊമേഴ്സ്യൽ പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുക. അതുകൊണ്ട് പിക്കാഡ്ലി ആഗ്രോ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ടൈം ടെക്നോപ്ലാസ്റ്റിന് HPCL നിന്നും 51 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിന് ശ്രദ്ധിക്കാവുന്നതാണ്. NBCC എന്ന കമ്പനിക്ക് കാനറ ബാങ്ക്, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ സൈഡിൽ നിന്നും ഏകദേശം 353 കോടി രൂപയുടെ കമ്പൈൻഡ് ഓർഡർ ലഭിച്ചതുകൊണ്ട് NBCC എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്